നമസ്കാരം. അവസാനം വടകരയിൽ തീരുമാനമായി. രക്ഷകന്റെ റോളിൽ കെ മുരളീധരൻ. വടകരയിൽ ട്വിസ്റ്റ്. പി ജയരാജനെതിരെ കെ മുരളീധരൻ മത്സരിക്കും. വയനാട് സിദ്ദിഖ് ഉറപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിൽ വടകരയിൽ UDF സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. പി ജയരാജനെതിരെ കെ മുരളീധരൻ മത്സരത്തിനിറങ്ങും. മുരളീധരനുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിക്കഴിഞ്ഞു. അവസാന നിമിഷം വരെ നിരവധി പേരുകൾ ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഇന്ന് രാവിലെയോടെയാണ് കെ മുരളീധരനുമായി നേതാക്കൾ ചർച്ച നടത്തിയത്. മുരളീധരൻ സമ്മതമറിയിച്ച കാര്യം ഉമ്മൻചാണ്ടി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. വയനാട് ടി സിദ്ദിഖ് മത്സരിക്കാനും ധാരണയായി. 16 മണ്ഡലങ്ങളിലെ 12 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ AI ഗ്രൂപ്പ് തർക്കങ്ങളാണ് വയനാട്, വടകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം വഴിമുട്ടിച്ചത്. വയനാടിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ തർക്കം നിലനിന്നിരുന്നത്. വയനാട്ടിൽ ടി സിദ്ദിഖിനായി ഉമ്മൻചാണ്ടിയും KP അബ്ദുൽ മജീദിനായി രമേശ് ചെന്നിത്തലയും വാദമുയർത്തുകയായിരുന്നു. I ഗ്രൂപ്പിന്റെ കൈവശമാണ് വയനാട് സീറ്റ്. ഇത് തങ്ങൾക്ക് കിട്ടണമെന്നായിരുന്നു A ഗ്രൂപ്പിന്റെ ആവശ്യം. പകരം വടകരയിൽ സിദ്ദീഖിനെ മത്സരിപ്പിക്കാമെന്ന നിർദ്ദേശവും I ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചു. എന്നാൽ വഴങ്ങാൻ I ഗ്രൂപ്പ് തയ്യാറായില്ല. അതേസമയം വയനാടില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന നിലപാടാണ് ടി സിദ്ദിഖ് സ്വീകരിച്ചത്. ഒടുക്കം തീരുമാനം ഹൈക്കമാൻഡിന് വിടുകയായിരുന്നു. ഇതോടെ അവസാനവട്ട ചർച്ചയിൽ വയനാട്ടിൽ ടി സിദ്ദിഖിനെ തന്നെ മത്സരിക്കാൻ തീരുമാനമാവുകയായിരുന്നു. പിന്നാലെയാണ് വടകരയിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ UDF തീരുമാനിച്ചത്. വടകരയിൽ CPM സ്ഥാനാർത്ഥി ജയരാജനായതിനാൽ ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നായിരുന്നു പ്രാദേശിക നേതൃത്വത്തിന്റെ ആവശ്യം. വടകരയിൽ തുടക്കത്തിൽ വിദ്യാ ബാലകൃഷ്ണനെ പരിഗണിച്ചിരുന്നെങ്കിലും അവസാനവട്ട ചർച്ചയിൽ നീക്കം ഉപേക്ഷിച്ചു. പിന്നീട് K പ്രവീൺകുമാർ, ബിന്ദു കൃഷ്ണ എന്നിവരുടെ പേരുകളും അവസാന നിമിഷം വരെ ഉയർന്നു കേട്ടിരുന്നു. ജാതി സമവാക്യങ്ങൾ പരിഗണിച്ച് സതീശൻ പാച്ചേനി വടകരയിലെത്തുമോ എന്ന ചർച്ചകളും ഉയർന്നു. എന്നാൽ ശക്തരല്ലാത്ത നേതാക്കൾ മണ്ഡലത്തിലെത്തുന്നത് പാർട്ടിക്ക് കനത്ത തിരിച്ചടി സമ്മാനിക്കുമെന്ന് വ്യക്തമാക്കി പ്രാദേശിക നേതാക്കളും രംഗത്തെത്തി. നിലവിലെ MP മുല്ലപ്പള്ളി രാമചന്ദ്രനെ തന്നെ ജയരാജനെതിരെ മത്സരിപ്പിക്കണമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടത്. ഇത് വ്യക്തമാക്കി കോഴിക്കോട്, കണ്ണൂർ ജില്ലയിലെ പ്രാദേശിക നേതാക്കൾ AICCക്ക് നിവേദനങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് മുല്ലപ്പള്ളിയോട് ചർച്ച നടത്തിയെങ്കിലും മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളി ആവർത്തിച്ചു. ഒടുവിൽ V സുധീരന്റെ പേരും യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പ്രവീൺകുമാറിന്റെ പേരുമായിരുന്നു മണ്ഡലത്തിൽ അവസാന നിമിഷം വരെ ചർച്ചയായത്. എന്നാൽ അവസാന നിമിഷം കെ മുരളീധരന് വടകരയിൽ നറുക്കുവീഴുകയായിരുന്നു. മത്സരിക്കാൻ സന്നദ്ധനാണെന്ന് മുരളീധരൻ നേതൃത്വത്തെ അറിയിച്ചു. ഇതോടെ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന മണ്ഡലമാണ് വടകര. അതിന് കാരണം മറ്റൊന്നുമല്ല, വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി ജയരാജനും അദ്ദേഹത്തിനെതിരെയുള്ള അക്രമ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലവും തന്നെയായിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും വടകരയിൽ പി ജയരാജനെതിരെ നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റാത്ത കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് വരികയായിരുന്നു. മാത്രമല്ല, വടകരയിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ സീറ്റ് പിടിച്ച ഒരു വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ സേവ് കോൺഗ്രസ് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്ററും അടക്കം വടകരയിലെ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തിറക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. ചീമേനിയുടെ പ്രൗഢിക്ക് സർവൈശ്വര്യത്തിന്റെ സുവർണ പ്രതീകമായി വനിതാ ജ്വല്ലറി. ചീമേനിയുടെ മണ്ണിന് പൊന്നിൻ ചാരുതയേകാൻ ആധുനിക യുഗത്തിലെ ആഭരണ സങ്കല്പങ്ങളുടെ പരിശുദ്ധമായ 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത ആഭരണ കലവറ. വനിത ഗോൾഡ്, ഡയമണ്ട്, സിൽവർ. KVK ടവർ നിയർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല, ചീമേനി. ഫ്രം ദ ഹൗസ് ഓഫ് ദിവ ഗോൾഡ്.